ഒന്നാമത്തെ ഭാഗത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെ നല്ല രീതിയിൽ ഗ്രീൻ സ്ക്രീൻ ഉപയോഗിച്ച് ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഗ്രീൻ സ്ക്രീൻ ഉപയോഗിച്ച് എങ്ങനെ റെക്കോർഡ് ചെയ്ത വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്ത് നമ്മുടെ കുട്ടികൾക്ക് ആസ്വാദികരമായ ഒരു നല്ല വീഡിയോ ആക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് പരിചയപ്പെടാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ ഗ്രീൻ സ്ക്രീൻ റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ് കൈൻമാസ്റ്റർ. ഇതിനായിട്ട് ആദ്യമായിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യം നമ്മൾ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ മുമ്പേ പറഞ്ഞിരുന്നു, നമ്മളൊരു മീഡിയ സെലക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു സർക്കിളിൽ ഒരു മീഡിയ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് മീഡിയ സെലക്ട് ചെയ്യാം. ആദ്യം കൈൻമാസ്റ്റർ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ ഒരു സെൻട്രൽ കണ്ട ഒരു ബട്ടണിൽ പ്ലസ് മാർക്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് നമ്മൾ ആദ്യം കയറിയതെങ്കിലും എഡിറ്റ് ചെയ്യുന്നതിനിടയിൽ നമുക്ക് പുതിയ ഫയലുകൾ എടുക്കണമെങ്കിൽ മീഡിയ എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയും ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം കണ്ടതുപോലെ നമ്മുടെ മീഡിയ ബ്രൗസറിലേക്ക് എത്തുകയും ചെയ്യും. ഇവിടെ എത്തിയതിന് ശേഷം ഈ മീഡിയ ബ്രൗസറിൽ നിന്നും ആദ്യമായി നമ്മൾ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ മൊബൈലിലുള്ള ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ആ ഒരു ഫോൾഡറിൽ നിന്നോ നിങ്ങൾക്ക് ഇതിനകത്ത് ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഒരു ഫോൾഡർ കാണാൻ പറ്റും. അതുപോലെ തന്നെ മറ്റ് ഫോൾഡറുകളിൽ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു ഫോൾഡറിലുള്ള നല്ല ചിത്രങ്ങളോ നമുക്ക് വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ചിത്രങ്ങൾ മാത്രമല്ല, നമുക്ക് വീഡിയോയും നമുക്ക് ആവശ്യാനുസരണം നമ്മുടെ ബാക്ക്ഗ്രൗണ്ടായിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ചിത്രം എങ്ങനെ നമ്മുടെ ഒരു ബാക്ക്ഗ്രൗണ്ടായിട്ട് സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ നേരെ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ഫോൾഡറിലേക്ക് കടക്കുകയാണ്. ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ഫോൾഡർ പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ മൊബൈലിലുള്ള ബാക്ക്ഗ്രൗണ്ടുകൾ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന വിവിധ ബാക്ക്ഗ്രൗണ്ടുകൾ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നിന്നൊരു നല്ല ബാക്ക്ഗ്രൗണ്ട് പിക്ചർ നമ്മൾ സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ പിക്ചർ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം ടൈം ലൈനിൽ ആ ബാക്ക്ഗ്രൗണ്ട് പിക്ചർ ആഡ് ചെയ്ത് വന്നതായിട്ട് കാണാം. അപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് പിക്ചർ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ടൈം ലൈൻ സെലക്ട് ചെയ്യുമ്പോൾ അത് നമുക്ക് ആവശ്യാനുസരണം വലിച്ചു നീട്ടാവുന്ന, നമ്മുടെ വീഡിയോയുടെ സൈസിനനുസരിച്ച് ആവശ്യാനുസരണം വലിച്ചു നീട്ടാവുന്ന രീതിയിലേക്ക് നമുക്ക് കിട്ടുന്നതാണ്. ഇങ്ങനെ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഓക്കെ കൊടുക്കാവുന്നതാണ്. ഓക്കെ കൊടുത്തതിന് ശേഷം നമുക്ക് ആഡ് ചെയ്യേണ്ട ഗ്രീൻ സ്ക്രീൻ വീഡിയോ, അതായത് നമ്മൾ ഗ്രീൻ സ്ക്രീൻ വെച്ച് ഷൂട്ട് ചെയ്തിരിക്കുന്ന വീഡിയോ നമുക്ക് ഇതിന് മുകളിൽ എങ്ങനെ കൊണ്ടുവരാമെന്ന് നോക്കാം. ഇതിനായിട്ട് നമുക്ക് ഈ സർക്കിളിൽ കാണാൻ വേണ്ടി സാധിക്കും ഒരു ലെയർ എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ലെയർ എന്നുള്ള ഓപ്ഷൻ ഈ ഒരു ഭാഗത്തായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. ഈ ലെയറിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒട്ടനവധി ഓപ്ഷനുകൾ വരുന്നതായിട്ട് നമുക്ക് കാണാമല്ലോ. അതിനകത്ത് ആദ്യം മീഡിയ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, പിന്നെ ഇഫക്ട്സ് ഉണ്ട്, സ്റ്റിക്കേഴ്സ് ഉണ്ട്, ടെക്സ്റ്റ് ഉണ്ട്, ഹാൻഡ് റൈറ്റിംഗ് ഉണ്ട്. ഇതിനകത്ത് നമുക്ക് ഇപ്പോൾ അത്യാവശ്യമായിട്ട് ഇതിനകത്ത് നമുക്ക് മീഡിയ എന്നുള്ള ഐക്കൺ, അതായത് മീഡിയ എന്നുള്ള ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. നമ്മൾ ആ മീഡിയ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടിരുന്ന ആ മീഡിയ ബ്രൗസറിലേക്ക് നമ്മുടെ ഇൻ്റർഫേസ് മാറിയതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമ്മൾ അതിനകത്ത് നിന്നും നേരത്തെ സെലക്ട് ചെയ്ത വീഡിയോ തന്നെ എടുക്കുകയാണ്. അതായത് ഡൗൺലോഡ്സ് എന്നുള്ള ഫോൾഡറിൽ പോയി നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരുന്ന വീഡിയോ എടുക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും നമ്മുടെ നേരത്തെ ഉള്ള വീഡിയോ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിന് പുറത്തായിട്ട്, ബാക്ക്ഗ്രൗണ്ടിൻ്റെ മുകളിലായിട്ട് ആഡ് ചെയ്ത് വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. നമുക്കിനി ഇതിനകത്തുള്ള ഇതിന് ചുറ്റുമായിട്ടൊരു സെലക്ഷൻ വന്നതായിട്ട് നിങ്ങൾക്ക് കാണാമല്ലോ. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ കാണുന്ന ആ ഒരു സ്കെയിലിംഗ് ബട്ടണുണ്ട്. സ്കെയിലിംഗ് ആൻഡ് റൊട്ടേറ്റിംഗ് ബട്ടണാണ് വലത്ത് ഭാഗത്തായിട്ട് കാണുന്നത്. വലത് ഭാഗത്ത് മുകളിലുള്ള ആ ഒരു ബട്ടൺ എന്ന് പറയുന്നത് റൊട്ടേറ്റ് ചെയ്യുന്നതിനുള്ള ഐക്കണാണ്. അതായത് ആ ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഇമേജ് ആവശ്യാനുസരണം റൊട്ടേറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ താഴെ കാണുന്നത് സ്കെയിലിംഗ് ബട്ടൺ ആണ്. സ്കെയിലിംഗ് ബട്ടൺ നമുക്ക് ആവശ്യത്തിന് വലുതാക്കാനും ചെറുതാക്കാനും നമുക്ക് സാധിക്കും. അത് നമുക്ക് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിന് ഏകദേശം സ്യൂട്ടാവുന്ന രീതിയിൽ
ഏതെങ്കിലും ഒരു നല്ല പൊസിഷനിൽ നമുക്ക് വീഡിയോ കൊണ്ട് പ്ലേസ് ചെയ്ത് ആവശ്യാനുസരണം നമുക്കത് വലുതാക്കുകയോ ചെറുതാക്കുകയോ ചെയ്യാം. ഏകദേശം നമ്മുടെ ഒരു കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു സൈസിലേക്ക് അതിനെ കൊണ്ടുവന്ന് വയ്ക്കുക. ഇപ്പോൾ നമ്മുടെ വീഡിയോ ഇതിനകത്ത് ഏകദേശം നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിന് കണക്കായിട്ടുള്ള ഒരു സൈസിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഓക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് അതവിടെ സെറ്റായിരിക്കുകയാണ്. ഈ ഒരു വീഡിയോയുടെ ഗ്രീൻ സ്ക്രീന് എങ്ങനെ റിമൂവ് ചെയ്യാം, ഗ്രീൻ സ്ക്രീനായിട്ടുള്ള ഗ്രീൻ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ റിമൂവ് ചെയ്യാമെന്ന് പഠിക്കാം. ഇതിനായിട്ട് നമ്മൾ ടൈം ലൈനിൽ നമ്മുടെ വീഡിയോയുടെ ടൈം ലൈൻ, രണ്ടാമത് കിടക്കുന്ന വീഡിയോയുടെ ടൈം ലൈൻ സെലക്ട് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൈലൈറ്റ് ആയി വന്നു, മഞ്ഞ നിറത്തിൽ ഹൈലൈറ്റ് ആയി വന്നു. അപ്പോൾ ഇതിനകത്ത് വീണ്ടും ഒട്ടനവധി ഓപ്ഷൻസ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ചില പുതിയ ഓപ്ഷനുകൾ ഇപ്പോൾ ഓവർലേ ചെയ്ത വീഡിയോ ആയതുകൊണ്ട് അതിനനുസൃതമായിട്ടുള്ള പുതിയ കുറേ വീഡിയോ ഓപ്ഷൻസ് നമ്മുടെ ടൂൾ ബാറിൽ വന്നതായിട്ട് കാണാം. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഒരാൾ നിൽക്കുന്ന ഒരു കറുത്ത നിറത്തിൽ വെള്ള ബാക്ക്ഗ്രൗണ്ടിൽ ഒരാൾ നിൽക്കുന്ന പോലുള്ളൊരു ഐക്കൺ കാണാൻ വേണ്ടി സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതാണ് ക്രോമാ കീ എന്നുള്ള ഓപ്ഷൻ. ഇത് ആദ്യമായി നമ്മുടെ വീഡിയോയ്ക്ക് എനേബിൾ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. എനേബിൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും പ്രിവ്യൂവിൽ നമ്മുടെ ഗ്രീൻ സ്ക്രീനിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള പച്ച നിറം കുറച്ച് മങ്ങിയതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇതിനകത്ത് രണ്ട് ഓപ്ഷൻസ് വീണ്ടും താഴെയായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. ഒന്ന് നമ്മുടെ സെൻറ്ററിൽ നിൽക്കുന്ന ഫിഗറിൻ്റെ കറക്ഷനും അതുപോലെ തന്നെ താഴെയുള്ളത് ബാക്ക്ഗ്രൗണ്ടിൻ്റെ കറക്ഷനുമാണ്. അപ്പോൾ ആ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ആ ഒരു കറക്ഷൻ നമ്മൾ സെലക്ട് ചെയ്ത് മുന്നോട്ട് നീക്കുകയാണെങ്കിൽ നമ്മുടെ പച്ച നിറം പതുക്കെ അപ്രത്യക്ഷമാകുന്നതായിട്ട് കാണാം. ഏകദേശം നമ്മുടെ മുകളിലത്തെ 28% എന്നിട്ട് എഴുതിയിട്ടുള്ള അവിടം വരെ എത്തുമ്പോഴത്തേക്ക് നമ്മുടെ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് പച്ച നിറം പൂർണ്ണമായിട്ടും ആകുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഒരുപാട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എഡ്ജസൊക്കെ കട്ട് ചെയ്ത് പോകുന്നതായിട്ട് കാണാൻ പറ്റും. ഏകദേശം നമ്മൾ ബാലൻസ്ഡ് ആയിട്ട് വലിയ രീതിയിൽ നമ്മുടെ ശരീരത്തിൻ്റെ സൈഡൊന്നും എഡ്ജസ് കട്ട് ചെയ്യാതെ പച്ച നിറം പൂർണ്ണമായിട്ട് മാറുന്ന ഒരു പോയിന്റിലെത്തി സെറ്റ് ചെയ്ത് വെക്കുകയാണ് ഏറ്റവും ഉചിതം. അപ്പോൾ ഏകദേശം നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിട്ടുണ്ട്. ഇതിന് ശേഷം നമ്മൾ ഓക്കെ അല്ലെങ്കിൽ ആ ടിക്ക് മാർക്കിൽ പ്രസ് ചെയ്ത് നമ്മുടെ വീഡിയോ സെറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ വീഡിയോ ഏകദേശം സെറ്റായി എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു കാര്യം ഇതിനിടയിൽ പറഞ്ഞുതരാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ മൊബൈലിൽ ഷൂട്ട് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഏതിലാണെങ്കിലും ക്യാമറയിലാണെങ്കിൽ പോലും നമ്മുടെ തല ഒരിക്കലും മൊബൈലിൻ്റെ സ്ക്രീനിൻ്റെ മുകളിൽ തട്ടുന്ന വിധത്തിൽ നിൽക്കാൻ പാടില്ല, പ്രത്യേകിച്ച് ഗ്രീൻ സ്ക്രീൻ ഉപയോഗിക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള ചെറിയ അപാകതകൾ നമ്മുടെ വീഡിയോയിൽ വന്നു പോകുന്നത്. അതായത് തല ഇപ്പം ചെറിയ ഭാഗം കട്ട് ആയിപ്പോയതായിട്ട് മുറിഞ്ഞു പോയതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ക്വാളിറ്റിയെ എഫക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുപോലെ നമുക്ക് വളരെ അടുത്തേക്ക് വരുമ്പോഴത്തേക്ക് തല നമ്മുടെ വീഡിയോയുടെ മുകളിൽ, അതായത് മൊബൈൽ സ്ക്രീനിൻ്റെ മുകളിലത്തെ ഭാഗത്ത് തട്ടാത്ത തരത്തിൽ വേണം നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യേണ്ടത്. നമ്മളിത് പ്ലേ ചെയ്ത് നോക്കാം ജസ്റ്റ്. അപ്പോൾ ഈ രീതിയിൽ നമ്മുടെ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഗ്രീൻ സ്ക്രീനെ നമുക്ക് യഥേഷ്ടം റിമൂവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ബാക്കി കുറച്ച് ഭാഗങ്ങൾ ഇവിടെ നമുക്ക് വീഡിയോയുടെ ഇത് കിടപ്പുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കട്ടിംഗ് ടൂൾ ഉപയോഗിച്ച് നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാവുന്നതാണ്. ഇവിടെ ഇപ്പോൾ പ്ലേ ഹെഡിൻ്റെ റൈറ്റ് ഭാഗത്തുള്ളത് കട്ട് ചെയ്ത് ഡയറക്റ്റ് കൊടുത്ത് നമുക്ക് അതിന് ശേഷമുള്ള ഭാഗം നമുക്ക് റിമൂവ് ചെയ്യാം. നമ്മൾ വീഡിയോ തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്കിതിനകത്ത് ടെക്സ്റ്റ് എങ്ങനെ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ ഇതിനകത്ത് ചില സമയത്ത് നമ്മൾ കാണാറുണ്ട്, ചില വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും വീഡിയോയുടെ ടൈറ്റിൽ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് വരുന്നതായിട്ട് കാണാറുണ്ട്. അതെങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. അതിനുവേണ്ടി ലെയർ എന്നുള്ള ഈ ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുക. അതിൽ നമുക്ക് ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷനുണ്ട്. ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക. അവിടെ നമുക്ക് എന്താണോ എഴുതി കാണിക്കേണ്ടത് ആ ഒരു ടൈറ്റിൽ നമ്മളവിടെ എഴുതുക. ഞാനിവിടെ മാരിഗോൾഡ് എന്നുള്ള
ടൈറ്റിൽ കൊടുക്കുകയാണ്. ഓക്കെ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ മാരിഗോൾഡ് എന്ന് നമ്മുടെ ഈ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ വന്നു കഴിഞ്ഞു. അത് നമുക്ക് ഇതിനകത്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ ഇത് ഇഷ്ടാനുസരണം എവിടെ വേണമെങ്കിലും നമ്മുടെ വീഡിയോയുടെ ഏതൊരു ഭാഗത്ത് വേണമെങ്കിലും നമുക്ക് വെക്കാവുന്നതാണ്. ഇപ്പോൾ ഈ ഇതിന് വെള്ള കളറിലാണ്. ഇതിൻ്റെ കളറൊക്കെ നമുക്ക് യഥേഷ്ടം മാറ്റാൻ വേണ്ടി സാധിക്കും. ഈ കത്രികയുടെ വലത് ഭാഗത്തുള്ള ഒരു വെള്ള സ്ക്വയറാണ് കളർ മാറ്റാനുള്ള സ്ഥലം. ഇടത് ഭാഗത്ത് കാണുന്ന എ എന്നെഴുതിയിരിക്കുന്നത് ഫോൺ സ്റ്റൈൽ മാറ്റാനുള്ളതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ താഴെ കിടക്കുന്ന 2-3 സർക്കിളുകൾ മൂവ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് രീതിയിൽ കാണാം. അത് അനിമേഷൻസിനുള്ള ഏരിയയാണ്. മറ്റുള്ളതെല്ലാം ഫിൽറ്റേഴ്സും അതുപോലെ തന്നെ റൊട്ടേറ്റ് ചെയ്യാനൊക്കെ ഉള്ളതാണ്. താഴെ ടെക്സ്റ്റിൻ്റെ വിവിധ അഡ്ജസ്റ്റ്മെൻറ്റുകൾ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനുകളാണ് ടി എന്നെഴുതി കാണിച്ചിരിക്കുന്നതെല്ലാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫോണ്ട് മാറ്റി നോക്കാം. ഫോണ്ട് മാറ്റാനായി എ എന്നുള്ള സ്ഥലത്താണ് പ്രസ് ചെയ്യേണ്ടത്. നമ്മളങ്ങനെ പ്രസ് ചെയ്യുമ്പം വിവിധ ഫോണ്ടുകൾ ഇതിനകത്ത് ലിസ്റ്റ് ചെയ്ത് വരും. നമുക്ക് ഏറ്റവും അനുയോജ്യമെന്ന് തോന്നുന്ന ഒരു ഫോണ്ട് നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫോണിൻ്റെ സ്റ്റൈൽ മാറിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഫോണ്ടിൻ്റെ സ്റ്റൈല് കുറച്ചുകൂടെ ചേഞ്ച് ചെയ്യാം. അതിനൊരു ഔട്ട്ലൈൻ കൊടുക്കണമെന്ന് വെച്ചാൽ നമുക്കിവിടെ ഈ ഒരു ടി ഔട്ട്ലൈൻ കൊടുക്കുന്നത് ഇതാണ് ടിയുടെ ഈ ടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്ലൈൻ കൊടുക്കാൻ വേണ്ടി സാധിക്കും. അത് എനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അവിടെ ഒരു കറുത്ത ബാക്ക്ഗ്രൗണ്ട്. അതിൻ്റെ കളർ വേണമെങ്കിൽ നമുക്കിവിടെ ചേഞ്ച് ചെയ്യാം. ഈ രീതിയിൽ നമുക്ക് പല കളറുകളും വേണമെങ്കിൽ മാറ്റി കൊടുക്കാവുന്നതാണ്. ഇത് വന്ന് ബ്ലാക്ക് കളർ തന്നെയാണ് കുറച്ചും കൂടെ സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. നമ്മൾ ബ്ലാക്ക് കളർ തന്നെ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഓക്കെ കൊടുത്താൽ അതവിടെ സെറ്റായി വന്നു. ഇനി നമുക്ക് അതിൽ തന്നെ ഇതിൽ പ്രസ് ചെയ്താൽ തന്നെ നമുക്ക് കളർ മാത്രമല്ല ഒരു ഷാഡോ കൊടുക്കണമെങ്കിൽ ഷാഡോ എനേബിൾ ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് അതിൽ നിന്ന് പ്രൊജക്റ്റ് ചെയ്ത് വരുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ഷാഡോ കൊടുക്കാം. അതുപോലെ തന്നെ ഗ്ലോയിങ് എഫക്റ്റ് കൊടുക്കാം. ഗ്ലോയിങ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചുറ്റും ഒരു പ്രകാശം പോലെ അതിൻ്റെ സ്പ്രെഡൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ഇവിടെ ഓപ്ഷനുണ്ട്. അത് വേണമെങ്കിൽ കൊടുത്താൽ മതി, വേണ്ടെങ്കിൽ നമുക്ക് ഡിസേബിൾ ചെയ്യാം. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് നല്ലൊരു കളറ് വേണമെങ്കിൽ നമുക്കിത് ഈ ഒരു ഓപ്ഷനിൽ പോയി ചെയ്യാവുന്നതാണ്. അത് എനേബിൾ ചെയ്ത് കൊടുക്കുമ്പോൾ അതിനൊരു ബാക്ക്ഗ്രൗണ്ട് തന്നെ നമുക്ക് വലിയ ഹെഡിങ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഫുൾ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ കൊടുക്കാൻ വേണ്ടി സാധിക്കും. ഇത് ഫുൾ വിഡ്ത്ത് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഒരു സ്പെസിഫിക് കളറ് നമുക്ക് ബാക്ക്ഗ്രൗണ്ടായിട്ട് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം ഇതുപോലെ. അപ്പോൾ അത് വേണ്ടെങ്കിൽ അതിനകത്ത് തന്നെ ഇപ്പോൾ ട്രാൻസ്പാരൻ്റ് ആണ്. അതിൻ്റെ ഒപ്പാസിറ്റി കൂട്ടി നമുക്ക് സോളിഡ് കളറാക്കി മാറ്റാം. അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ കളറ് കുറച്ചും ഇതേപോലെ ട്രാൻസ്പാരൻ്റ് ആയിട്ടും വെക്കാം. ആവശ്യമില്ലെങ്കിൽ അത് ഡിസേബിൾ ചെയ്യുക. അപ്പോൾ അങ്ങനെ അതാണ് നമ്മുടെ ടെക്സ്റ്റ് സ്റ്റൈൽ കൊടുക്കുന്നതും ടെക്സ്റ്റ് എങ്ങനെ കൊടുക്കാമെന്ന്. നമുക്ക് ആവശ്യത്തിന് എവിടെ വേണമെങ്കിലും മാറ്റി വെക്കാം. ഇനി ഇതിന് അനിമേഷൻസ് എങ്ങനെ കൊടുക്കാം? നമുക്കിത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പ്രൊജക്റ്റ് ചെയ്ത് വരുന്ന രീതിയിലാണ് നമുക്ക് വേണ്ടതെന്ന് വെക്കുക. അപ്പോൾ ഇതിനു വേണ്ടി 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന്, ഇതിലേക്ക് ഈ ഒരു ടെക്സ്റ്റ് വരാനും ഇവിടെ നിന്ന് അപ്രത്യക്ഷമാകാനും 2 തരത്തിലുള്ള അനിമേഷൻസ് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിനകത്ത് ഒന്നാമത്തെ അനിമേഷൻ സ്റ്റൈലാണ് എ എന്നെഴുതിയ താഴെയായിട്ട് കാണുന്ന ഒരു 3 സർക്കിൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ആ ഒരു ഐക്കൺ നോക്കുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇൻ അനിമേഷൻസ് എന്ന് കാണാം. അതിനകത്ത് പോപ്പ് എന്നുള്ള അനിമേഷൻ ഉപയോഗിച്ചാണ് നമ്മൾ ഒരു പ്രൊജക്റ്റ് ചെയ്യുന്ന രീതിയിൽ, അതായത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പ്രൊജക്റ്റ് ചെയ്ത് വരുന്ന രീതിയിലുള്ള ഒരു അനിമേഷൻ സ്റ്റൈൽ കൊടുക്കുന്നത്. ഇതേ ഒരു അനിമേഷൻ തന്നെ നമുക്ക് പലതരത്തിലുള്ള അനിമേഷൻ ഇതിനകത്ത് ഉണ്ട്. നമ്മുടെ പവർ പോയിൻറ്റിലൊക്കെ നമ്മൾ കൊടുക്കുന്ന പോലെ സ്കെയിൽ അപ്പ് എന്നുള്ള അനിമേഷൻ ഉണ്ട്, സ്കെയിൽ ഡൗൺ എന്നുള്ള അനിമേഷൻസ് കൊടുക്കാം, കൺവേർജ് എന്നുള്ള അനിമേഷൻസ് കൊടുക്കാം. ഇങ്ങനെ പലതരത്തിൽ ഡ്രോപ്പ് എന്ന് പറഞ്ഞുള്ള അനിമേഷൻസ്, കൗണ്ടർ ക്ലോക്ക് വൈസ്, സ്ലൈഡ് ഡൗൺ, ഇങ്ങനെ വിവിധ തരത്തിലുള്ള എല്ലാം പരീക്ഷിച്ച് നോക്കാവുന്നതേ ഉള്ളൂ. ഞാനിവിടെ സ്കെയിൽ ഡൗൺ എന്നുള്ളത് പുറത്തു നിന്ന് അകത്തേക്ക് വരുന്ന ഒരു തരത്തിലുള്ള അനിമേഷനാണ് ഞാനിവിടെ കൊടുക്കുന്നത്. അപ്പോൾ അത് ഞാൻ ഓക്കെ കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ അനിമേഷൻ അവിടെ സെറ്റായി. ഇപ്പോൾ പ്ലേ ചെയ്യുമ്പോൾ പ്ലേയിൻ്റെ കൂട്ടത്തിൽ നമുക്ക് മാരിഗോൾഡ് എന്നുള്ള ആ ഒരു കാര്യം വന്നു അവിടെ. ഇനി നമുക്കിത് ആവശ്യത്തിന് വലിച്ചു നീട്ടി നമുക്ക് എത്ര നേരം വേണമെങ്കിലും ഇതിൻ്റെ ഒരു സാന്നിധ്യം അവിടെ ഉറപ്പിക്കാം. ഇപ്പോൾ നമുക്ക് ഇത്രയും ഡ്യൂറേഷനിൽ നമുക്ക് ആ ഒരു ടെക്സ്റ്റ് എഴുതി കാണിക്കുന്നതായിട്ട് കാണാം. ഇനി നമുക്ക് ഇപ്പോൾ പറയുന്ന കാര്യത്തിനനുസരിച്ചുള്ള ടെക്സ്റ്റുകൾ നമുക്കിതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ആഡ് ചെയ്യാവുന്നതാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇതേപോലെ തന്നെ നമുക്ക് ഒരു ലെയർ എടുക്കുക, ടെക്സ്റ്റ് എടുക്കുക. അപ്പോൾ ഇതിനകത്ത് പാക്കിംഗ് ഓഫ് ഫ്ലവേഴ്സ്
വെറുതെ ഒരു ടൈറ്റിൽ കൊടുക്കുന്നതെന്നുള്ളൂ. നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ പറയുന്ന കാര്യങ്ങൾക്കനുസരിച്ച് നമുക്ക് ഇതേപോലുള്ള കാര്യങ്ങൾ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പാക്കിംഗ് ഓഫ് ഫ്ലവേഴ്സ് എന്ന് വന്നു കഴിഞ്ഞു. ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, വീണ്ടും നേരത്തെ പോലെ ആവശ്യത്തിനനുസരിച്ചുള്ള നമ്മുടെ ഒരു ടെക്സ്റ്റ് സ്റ്റൈലുകളും അതുപോലെ വലിപ്പവും അതുപോലെ തന്നെ നമുക്ക് അനിമേഷൻസ് കൊടുത്ത് മനോഹരമാക്കാവുന്നതാണ്. സ്കെയിൽ അപ്പ് എന്നുള്ള അനിമേഷൻ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അത് പറയുന്ന സമയത്ത് ആ ഒരു കാര്യം അപ്പിയർ ചെയ്ത് അവിടെ പ്രത്യക്ഷപ്പെടും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് പവർ പോയിൻറ്റിൻ്റെ ചെയ്യുന്ന കാര്യം തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഈ കാര്യങ്ങൾ എഴുതി കാണിക്കാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒന്ന് കാണാൻ പറ്റും, നിങ്ങൾക്ക് സ്ക്രീനിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. സൈഡിലായിട്ട് മാരിഗോൾഡ് എന്ന് എഴുതിയതിൻ്റെ സൈഡിലായിട്ടൊരു ബ്രൗൺ കളറിലുള്ള ഒരു ഷെയ്ഡ് അപ്പിയർ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മൾ ഗ്രീൻ സ്ക്രീൻ റിമൂവ് ചെയ്ത സമയത്ത് അതിൻ്റെ ഗ്രീൻ സ്ക്രീൻ ഒഴിവായി പോയ, അതായത് കാറ്റടിച്ചപ്പോഴാണ് ഫാനിൻ്റെ കാറ്റ് കൊണ്ടെങ്ങാനും ഗ്രീൻ സ്ക്രീൻ മൂവ് ചെയ്തപ്പോൾ ആ ഒരു ഭാഗത്ത് ഗ്രീൻ സ്ക്രീൻ മാറിപ്പോയത് കൊണ്ടാണ് സ്ക്രീനിൽ ഇങ്ങനെ ഒരു പാട് വരുന്നതായിട്ട് കാണുന്നത്. അത് നമുക്ക് റിമൂവ് ചെയ്യാനൊരു എങ്ങനെയാണെന്ന് നോക്കാം. ഇങ്ങനെയുള്ള ഇത് റിമൂവ് ചെയ്യാൻ നമ്മൾ ആ ഭാഗത്ത് നമ്മുടെ കേഴ്സർ കൊണ്ടുവയ്ക്കുക. നമ്മുടെ വീഡിയോയുടെ ലെയർ, രണ്ടാമത്തെ ലെയറിലാണ് ഇത് വന്നിരിക്കുന്നത്. ആ ലെയർ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ക്രോപ്പ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഗ്രീൻ സ്ക്രീൻ ക്രോമ കീ സെലക്ട് ചെയ്തതിൻ്റെ തൊട്ട് വലത്ത് ഭാഗത്തായി ക്രോപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ക്രോപ്പ് എന്നുള്ളത് സെലക്ട് ചെയ്യുമ്പോൾ അതിനകത്ത് മാസ്ക് എന്നുള്ള ഒരു ഭാഗം കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമ്മുടെ ഈ ബാക്കിൽ നമ്മുടെ ഈ ഒരു സെലക്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ സെലക്ഷൻ്റെ കോർണേഴ്സോ അല്ലെങ്കിൽ സൈഡോ നമുക്ക് മൂവ് ചെയ്തുകൊണ്ട് ആ ഒരു ഭാഗം നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമ്മളിപ്പോൾ അത് സെലക്ട് ചെയ്ത് ഓക്കെ കൊടുത്താൽ പിന്നെ നമുക്ക് ആ വീഡിയോയിൽ ആ ഒരു ഭാഗം വരില്ല. അപ്പോൾ നമ്മളത് ക്രോപ്പ് ചെയ്ത് കളഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമുക്ക് അത്തരം എഡ്ജ് വഴിയൊക്കെ വരുന്ന ഗ്രീൻ സ്ക്രീൻ ഇടയ്ക്ക് ഇതേപോലെയുള്ള ചില എറേഴ്സ് നമുക്ക് വീഡിയോ ഷൂട്ടിങ്ങിൽ വരാറുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാം. അതേപോലെ ചില ഗ്രീൻ സ്ക്രീൻ പ്രോപ്പറായിട്ട് ഫുൾ ഏരിയ കവർ ചെയ്യുന്നില്ല എങ്കിൽ അങ്ങനെ വരുന്ന സമയത്ത് ഈ ഒരു ബോർഡറിൽ ഇതേപോലുള്ള ചില ഷെയ്ഡുകൾ പ്രത്യക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ഇത്തരം പ്രശ്നങ്ങൾ, ഗ്രീൻ സ്ക്രീൻ ഉപയോഗിക്കുമ്പോൾ വരുന്ന പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് ഗ്രീൻ സ്ക്രീൻ റിമൂവ് ചെയ്ത് ഒരു വീഡിയോ എങ്ങനെ ചെയ്യാമെന്നുള്ളതിൻ്റെ കാര്യം. ഇനി നമുക്ക് വീഡിയോയുടെ സൗണ്ട് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഈ വീഡിയോയ്ക്ക് സൗണ്ട് ഉള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇതിനകത്ത് സൗണ്ട് നിങ്ങൾക്ക് കാണാം. സൗണ്ട് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒരു സ്പീക്കറിൻ്റെ ചിത്രമുള്ള ടൂൾസ് ബാറിനകത്ത് സ്പീക്കറിൻ്റെ ഒരു ചിത്രം പ്രത്യക്ഷപ്പെട്ടതായിട്ട് കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്പീക്കറിൻ്റെ ഒരു ഓഡിയോയുടെ ഒരു സെറ്റിങ്സിൻ്റെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതിനകത്ത് നമുക്ക് ആവശ്യാനുസരണം, ഇപ്പോൾ ഇതിനകത്ത് 100% കിടക്കുന്നത്. ആ 100% നമുക്ക് ഉയർത്തി ചെറിയ സൗണ്ട് കുറവുള്ള വീഡിയോ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇരട്ടി സൗണ്ട് വരെ ആക്കി ഇതിനെ മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കും. വീഡിയോയ്ക്ക് സൗണ്ട് കൂടുതലാണെങ്കിൽ ആ സൗണ്ട് കുറച്ച് കൊണ്ടുവരാനും നമുക്ക് സാധിക്കും. പ്രത്യേകിച്ച് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ ആഡ് ചെയ്യുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള സൗണ്ട് കുറക്കേണ്ട ആവശ്യം പലപ്പോഴും വരാറുള്ളത്. വീഡിയോ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഓഡിയോയുടെയും മുകളിൽ വരാൻ പാടില്ല. അത് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 10% ഒക്കെ ധാരാളമായിരിക്കും. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഏതെങ്കിലും ഒരു വോയിസിന് പുറമേ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇടുന്നുണ്ടെങ്കിൽ 10% താഴെ മാത്രമേ നമ്മൾ സൗണ്ട് സെറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഈ വീഡിയോയ്ക്ക് എൻ്റെ സൗണ്ടിന് വേറെ കുഴപ്പമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനത് 100% തന്നെ വയ്ക്കുകയാണ്. മറ്റു ഓപ്ഷൻസുകളൊന്നും കൂടുതലായിട്ട് നമുക്ക് ആവശ്യമായി വരില്ല. അതുകൊണ്ട് ഇത് ഓക്കെ എന്ന് കൊടുത്തു. ഇപ്പോൾ നമ്മുടെ സൗണ്ട് സെറ്റിങ്സ് ചെയ്യാനുള്ള കാര്യവും പഠിച്ചു. ഓഡിയോ ആഡ് ചെയ്യണമെങ്കിൽ, ഇതിന് പുറമേ നമുക്ക് ഒരു ഓഡിയോ ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഓഡിയോ എന്നുള്ളൊരു ഓപ്ഷനുണ്ട്. അതിനകത്ത് പോയി നമ്മുടെ മൊബൈലിലുള്ളതോ അതല്ലെങ്കിൽ റെക്കോർഡഡ് ആയിട്ടുള്ളതോ അതുമല്ലെങ്കിൽ നമ്മുടെ കൈൻ മാസ്റ്ററിൽ തന്നെ ലഭിക്കുന്ന വിവിധ ഓഡിയോസ് അല്ലെങ്കിൽ പാട്ടുകളോ നമുക്ക് ഇതുപോലെ ഇതിനകത്ത് ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. പല ഓപ്ഷൻസ് നമുക്കിതിനകത്ത് കിട്ടും. മ്യൂസിക് എന്നുള്ള ഓപ്ഷനുണ്ട്,
സോങ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, ആൽബംസ് ഉണ്ട്. ഇങ്ങനെ നമ്മുടെ ഫോണിലുള്ള വീഡിയോസ്, ഫോണിലുള്ള മ്യൂസിക്കുകൾ നമുക്ക് എടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് മ്യൂസിക് ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇതിനകത്തൊരു മ്യൂസിക് ആഡ് ചെയ്യുമ്പോൾ ആ മ്യൂസിക് പ്ലേ ആവുന്നതായിട്ടും അത് പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഒരു മ്യൂസിക് വരുന്നതായിട്ടും കാണാൻ വേണ്ടി സാധിക്കും. ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൻ്റെ സൗണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ചുകൊണ്ട് 10% വെക്കുകയാണെങ്കിൽ, കുറച്ച് വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ സൗണ്ടിന് ഡിസ്റ്റർബൻസ് ഇല്ലാത്ത രീതിയിൽ തന്നെ ഈ രീതിയിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. തുടക്കത്തിലൊക്കെ നമ്മൾ ഇപ്പോൾ ഇതുപോലൊരു ക്ലാസ്സൊക്കെ എടുക്കുന്ന വീഡിയോ ആണെങ്കിൽ തുടക്കത്തിൽ മാത്രം, അതായത് ക്ലാസ് ആരംഭിക്കുന്ന ഒരു ഇൻട്രോൻ്റെ സമയത്ത് മാത്രം, ഇൻട്രൊഡക്ഷൻ്റെ സമയത്ത് മാത്രമേ നമ്മൾ വീഡിയോയുടെ കൂടെ ഓഡിയോ ആഡ് ചെയ്യേണ്ടതുള്ളൂ. അല്ലെങ്കിൽ അത് കുട്ടികളുടെ ശ്രദ്ധ തിരിക്കുന്നതിന് കാരണമാകും. അതുകൊണ്ട് തന്നെ ഇൻട്രൊഡക്ഷൻ പാർട്ടിലും എൻഡ് വരുന്ന അവസാന ഭാഗത്തും മാത്രമേ ഈ ഓഡിയോയുടെ മറ്റ് മ്യൂസിക്കുകളുടെയൊക്കെ ആവശ്യമുള്ളൂ. ഇടയിൽ ഏതെങ്കിലും ഒരു ക്ലിപ്പിൻ്റെ ഇടയിൽ ഏതെങ്കിലും ഒരു വീഡിയോ കാണിക്കുമ്പോഴോ ഫോട്ടോ കാണിക്കുമ്പോഴോ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല ഇല്ലാത്ത അവസരത്തിലും, അതുപോലെ തന്നെ ഒരു വീഡിയോ മാത്രമായിട്ട് പ്ലേ ചെയ്യുമ്പോഴും ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഇടയിൽ ഓഡിയോസ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിന് പുറമെ റെക്കോർഡിംഗ് എന്നുള്ള ഓപ്ഷനുമുണ്ട്. നമ്മളിപ്പോൾ ഒരു വീഡിയോ ഓൾറെഡി ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് നല്ലൊരു മൈക്ക് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഹെഡ്ഫോൺ ഉപയോഗിച്ചോ നമുക്കതിന് വോയിസ് ഓവർ കൊടുക്കാവുന്നതാണ്. ഇവിടെ ഒരു റെക്കോർഡ് എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇങ്ങനെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന നമുക്ക് വീഡിയോ മനോഹരമാക്കി എടുക്കാവുന്ന ഒരു സോഫ്റ്റ്വെയറാണ്, ഒരു ആപ്ലിക്കേഷനാണ് കൈൻമാസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയുടെ കാര്യങ്ങൾ ഏകദേശം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ തയ്യാറാക്കിയ വീഡിയോ ഇനി എങ്ങനെ നമ്മൾ എക്സ്പോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഒരു വീഡിയോ ഇപ്പോൾ വീഡിയോയുടെ പല കഷ്ണങ്ങളായിട്ട് നമ്മളിതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചതേ ഉള്ളൂ. ഇനി ഇത് ഒരു വീഡിയോ ആയിട്ട് എങ്ങനെ എക്സ്പോർട്ട് ചെയ്യാമെന്ന് നോക്കാം. ഇതിനകത്ത് എക്സ്പോർട്ട് എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. മുകളിലായിട്ട് നമ്മൾ സർക്കിളിന്, ടൂൾസ് ബാറിലായിട്ടുള്ള സർക്കിളിന് മുകളിലായിട്ടൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ആ ഒരു ആരോയിൽ പ്രസ് ചെയ്തിട്ട് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ വീഡിയോ എക്സ്പോർട്ട് ചെയ്യാനായിട്ട് ചോദിക്കുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും എക്സ്പോർട്ട് ആൻഡ് ഷെയർ. എക്സ്പോർട്ട് ആൻഡ് ഷെയറിൽ തന്നെ റെസൊല്യൂഷൻ ചോദിക്കുന്നു. അപ്പോൾ റെസൊല്യൂഷനിൽ ഫുൾ HD വീഡിയോ നമുക്ക് ആവശ്യമില്ല. അത് കൈൻമാസ്റ്റർ പ്രീമിയത്തിൽ മാത്രമേ നമുക്ക് ഫുൾ HD ലഭിക്കുകയുള്ളൂ. നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് HD ക്വാളിറ്റി വീഡിയോ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു 1080x720 ആണ് നമ്മുടെ വീഡിയോ സൈസ്. അതിനകത്ത് HD 720p എന്നുള്ള ആ ഓപ്ഷനാണ് നമ്മൾ നേരത്തെ നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടി സെലക്ട് ചെയ്ത് വെച്ചിരുന്നത്. അതിനകത്ത് 30 ഫ്രെയിം റേറ്റ് 30 അത് മതിയാകും. അതിനകത്ത് താഴെ നിങ്ങൾക്കൊരു ലോ ടു ഹൈ ഒരു ടൂളും കൂടെ കാണാം. അതായത് വീഡിയോ ക്വാളിറ്റി ഹൈ വേണോ, ലോ വേണോ, മീഡിയം വേണോ എന്നുള്ളത് നമുക്കിവിടെ സെലക്ട് ചെയ്യാം. ഇത് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷനിലൂടെ നമ്മുടെ വീഡിയോയുടെ സൈസ്, നമുക്ക് എത്രമാത്രം വലിയ വീഡിയോ ആണ് നമുക്ക് വലിയ സൈസുള്ള, അതായത് എത്ര MB അല്ലെങ്കിൽ GB ഉള്ള വീഡിയോ ആണ് നമുക്ക് ആവശ്യം എന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്യാം. താഴെ എഴുതി കാണിക്കും, നമ്മൾ ബിറ്റ് റേറ്റ് ഒക്കെ എഴുതി കാണിക്കുന്നതിന് താഴെയായിട്ട് നിങ്ങൾക്ക് കാണാം നമ്മുടെ എബൌട്ട് 59 MB. അതായത് നമ്മളിത് ചെയ്ത് കഴിഞ്ഞാൽ ലോ ക്വാളിറ്റി ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് 49 MBയും, അതുപോലെ തന്നെ ഹൈ ക്വാളിറ്റി മീഡിയം ക്വാളിറ്റിയിലിട്ട് കഴിയുമ്പോഴത്തേക്ക് ഇതിന് 31 MBയും, ഹൈ ക്വാളിറ്റിയിലിട്ട് കഴിയുമ്പോഴത്തേക്ക് 59 MBയും ഉള്ള ഒരു വീഡിയോ ആണ് ഇതിൻ്റെ വീഡിയോ ഔട്ട്പുട്ടായിട്ട് നമുക്ക് ലഭിക്കാൻ പോകുന്നത് എന്നുള്ളത് താഴെ എഴുതി കാണിക്കും. അതുപോലെ തന്നെ നമ്മുടെ മെമ്മറി എത്രമാത്രം നമ്മുടെ ഫോണിൽ ബാക്കിയുണ്ട് എന്നുള്ളതും ഇതിനകത്ത് എഴുതി കാണിക്കും. ഇപ്പോൾ നമ്മുടെ വീഡിയോ 59 MBയിൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഹൈ ക്വാളിറ്റി വീഡിയോ, അതുപോലെ തന്നെ HD 720 എന്നുള്ള ആ ഒരു ആസ്പെക്ട് റേഷ്യോയിൽ നമ്മൾ 30 ഫ്രെയിം റേറ്റിൽ ആണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫ്രെയിം റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ, ഒരു മിനിറ്റിൽ നമ്മൾ എത്ര ഫ്രെയിംസ് കടന്നു പോകും എന്നുള്ള, ഒരു യൂണിറ്റ് ടൈമിൽ എത്ര ഫ്രെയിം കടന്നു പോകും എന്നുള്ളതാണ് ഫ്രെയിം റേറ്റ് എന്നുള്ളതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബിറ്റ് റേറ്റ് എന്നുള്ളത് നമുക്ക് ഇവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്. ബിറ്റ് റേറ്റ് ഡിസൈഡഡ് ഡിപ്പെൻഡിങ് അപ്പോൺ ദി സെലക്റ്റഡ് വീഡിയോ റെസൊല്യൂഷൻ.
നമ്മുടെ വീഡിയോ റെസൊല്യൂഷനെ ബാധിക്കുന്ന ഒരു കാര്യമാണ് ബിറ്റ് റേറ്റ്. അപ്പോൾ അതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ കൈൻമാസ്റ്ററിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് നമ്മുടെ വീഡിയോയുടെ സൈസ് കൂടെ നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഒരു അഡ്വാൻറ്റേജ്. അപ്പോൾ ഇതിന് ശേഷം നമ്മൾ എക്സ്പോർട്ട് എന്നുള്ള ബട്ടൺ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഈ എക്സ്പോർട്ട് ബട്ടണിൽ നമ്മൾ പ്രസ് ചെയ്യുന്നതോടെ നമ്മുടെ വീഡിയോ റെൻഡർ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. നമ്മുടെ വീഡിയോ റെൻഡർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എക്സ്പോർട്ടിംഗ് എന്ന് എഴുതിക്കൊണ്ട് കാണിക്കുന്നുണ്ട്. കുറച്ച് വലിയ സമയത്തേക്കുള്ള വീഡിയോ ഒക്കെ ആണെങ്കിൽ 20 മിനിറ്റൊക്കെയുള്ള വീഡിയോ ആണെങ്കിൽ കുറച്ച് സമയം ഇതിനു വേണ്ടി എടുക്കുന്നതാണ്. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്തിരിക്കേണ്ടതായിട്ട് വരും. ഇപ്പോൾ ചെറിയ വീഡിയോ ആയതുകൊണ്ട് അധികം സമയം എടുക്കുന്നില്ല, പെട്ടെന്ന് തന്നെ ഇത് എക്സ്പോർട്ടായി വരുന്നതായിട്ട് കാണാം. ഈ ഒരു ചെറിയ വീഡിയോ ആയിട്ട് പോലും ഇത് ഇത്രയും സമയം എടുക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം കുറച്ച് വലിയ വീഡിയോ ആണെങ്കിൽ ഒരു 5 മിനിറ്റ് വരെ നമ്മുടെ ഫോണിൻ്റെ ഒരു മെമ്മറിയും അതുപോലെ തന്നെ പ്രോസസ്സറിൻ്റെ ഒരു കപ്പാസിറ്റിയൊക്കെ അനുസരിച്ചാണത് എക്സ്പോർട്ടിങ്ങിൻ്റെ സ്പീഡ് നിശ്ചയിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം വേഗം തന്നെ നമുക്ക് നമ്മുടെ വീഡിയോ എക്സ്പോർട്ട് ചെയ്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും അൺടൈറ്റിൽഡ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ നമുക്ക് നമ്മുടെ വീഡിയോ നമ്മുടെ ഫോണിലേക്ക് സേവായി. അവിടെ നമുക്ക് ഡയറക്റ്റ് വേണമെങ്കിൽ നമുക്കത് പ്ലേ ചെയ്ത് നോക്കാം. നമ്മുടെ വീഡിയോ പ്ലെയറിലേക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്ത് ഇതിനകത്ത് തന്നെ ഷെയർ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയയിലേക്ക് നമുക്ക് നേരിട്ട് അപ്ലോഡ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ ഡ്രൈവിലേക്ക് അപ്ലോഡ് ചെയ്യാനോ ഒക്കെയുള്ള സൗകര്യം, വാട്സപ്പിലേക്ക് അപ്ലോഡ് ചെയ്യാൻ, ഇതിനൊക്കെ നമുക്ക് ഇവിടെ തന്നെ ഓപ്ഷൻസ് കാണിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ കൈൻമാസ്റ്ററിൻ്റെ എങ്ങനെ വീഡിയോ റെക്കോർഡ് ചെയ്യാമെന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു ലഘു വിവരണം. എല്ലാവർക്കും കൈൻമാസ്റ്റർ എന്നുള്ള ആപ്ലിക്കേഷൻ ഏകദേശം നമ്മുടെ ഗ്രീൻ സ്ക്രീൻ റിമൂവ് ചെയ്യുകയും പുതിയ കാര്യങ്ങൾ അതിനെ പുറത്ത് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും മനസ്സിലായെന്ന് കരുതുന്നു.